സ്കൂളിൽ പോകാൻ നേരം വയറുവേദന പല മാതാപിതാക്കളെയും വല്ലാതെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. കുട്ടിക്ക് വയറുവേദന, ഛർദിൽ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സ്കൂളിൽ പോകണ്ട എന്ന് നമ്മളൊരു അനുവാദം കൊടുത്താലോ, അല്ലെങ്കിൽ സ്കൂൾ വാൻ പോയി കഴിഞ്ഞാലോ ഈ പ്രശ്നം പാടെ മാറി. പിന്നെ വയറുവേദനയില്ല, പിന്നെ തലകുത്തി മറിച്ചിലാണ്. അപ്പോൾ ഇത് മാതാപിതാക്കളെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം പിറ്റേ ദിവസം ഇത് തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെയുണ്ട്. അപ്പോൾ ഈ ചില കുട്ടികൾ പറയും, സാർ പലരും പറഞ്ഞിട്ടുണ്ട് ഈ നെഗറ്റീവ് ചിന്ത വരുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നതെന്ന്. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റത് മുതൽ, വേറൊരു ഡോക്ടർ പറഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റത് മുതൽ നെഗറ്റീവ് ചിന്ത, എൻ്റെ ചിന്തകളൊക്കെ എഴുതി നോക്കി, ഒരു നെഗറ്റീവ് ചിന്ത പോലും ഇല്ലാത്ത ദിവസവും എനിക്കിത് വരുന്നുണ്ട്. മറ്റു പലരും പറയുന്നത് ഇത് കള്ളമാണെന്നാണ്. പക്ഷേ അങ്ങനെ അല്ല സർ, ശരിക്കും എനിക്ക് ശരീരത്തിന് പ്രശ്നമുണ്ടായിട്ടാണ്, എനിക്ക് ശരിക്കും വേദന വന്നിട്ടാണ്. സത്യമാണ്, ആ കുഞ്ഞ് പറയുന്ന കാര്യം സത്യമാണ്. കാരണം ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് അറിയില്ല. മറ്റ് മാതാപിതാക്കളും ടീച്ചേഴ്സും കാര്യകാരണസഹിതം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും. മോനെ 8:45 8 മണി വരെ എനിക്ക് ഈ വേദനയില്ല, 8:45 ഈ വേദന വരുന്നു, 9 മണിക്ക് ബസ് പോയി കഴിയുമ്പോഴത്തേക്കിന് വേദന മാറുന്നു. അതപ്പോൾ സത്യമല്ലല്ലോ എന്നൊക്കെ വളരെ കാര്യകാരണസഹിതം പറഞ്ഞു മനസ്സിലാക്കാനും ഇതിങ്ങനെ അല്ല എന്ന് ബോധിപ്പിക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷേ ഈ വേദന വരികയും ഈ പ്രശ്നം ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയും ചെയ്യും. കാരണം ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ബോധ മനസ്സിലല്ല, അത് ഉപബോധ മനസ്സിലാണ് പ്രശ്നം കിടക്കുന്നത്. ഞാൻ ബോധ മനസ്സ്, ഉപബോധ മനസ്സ് എന്നെല്ലാം പറഞ്ഞു. വളരെ ഗഹനമായിട്ട് വിവരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ വളരെ ചുരുക്കത്തിൽ ലളിതമായി പറയാം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമുക്ക് ചിന്തിക്കാം, തീരുമാനമെടുക്കാം, പ്രവർത്തിക്കാം, ബിസിനസ് ചെയ്യാം, പഠിക്കാം, പഠിപ്പിക്കാം, ജോലി ചെയ്യാം, പന്ത് കളിക്കാം, ഇലക്ഷന് നിൽക്കാം, അടിയുണ്ടാക്കാം, എന്ത് കാര്യവും ചെയ്യാം. പക്ഷേ ഉപബോധ മനസ്സിൻ്റെ കാര്യം അങ്ങനെയല്ല. അത് പ്രത്യക്ഷമല്ല. അത് നമുക്കത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതിലെന്താണ് നടക്കുന്നതെന്നുള്ളത്. അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ പരിമിതപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതായത് നിനക്ക് ഇത്രയൊന്നും ആകാൻ പറ്റില്ല, നിനക്കിത് മനസ്സിലാവില്ല എന്നൊക്കെയുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ പരിമിതപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് കളയും. കാരണം അത് എങ്ങനെ അവിടെ കിടക്കുന്നു, നമ്മൾ അറിയാതെ വന്ന് വീഴുന്നതാണ്. ഉപബോധ മനസ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് സാധാരണ ഉള്ള ഒരാളിന് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നർത്ഥം. ഉപബോധ മനസ്സിൽ ചിലപ്പോൾ നമ്മളറിയില്ലായിരിക്കാം, ഭയം, ദേഷ്യം, ഉത്കണ്ഠ, അമർഷം, പക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു വരുന്നത് നടുവേദന, ഛർദിൽ, പുറം വേദന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗലക്ഷണങ്ങളായിട്ടായിരിക്കും. ഒരു ഫിസിഷ്യൻ നോക്കുമ്പോൾ, അദ്ദേഹം ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ ഒരു കുഴപ്പവും കാണില്ല. പക്ഷേ ഈ കുട്ടിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക്, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരുടെയും കാര്യമാണ് പറയുന്നത്, അസുഖം ബാധിക്കും, ശരിക്കും അത് ബുദ്ധിമുട്ടുകയും ചെയ്യും. ഒരു വേദന കൊണ്ട് എന്തൊക്കെ സംഭവിക്കാമോ ആ വേദനയൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. എന്നാൽ ഈ ഉപബോധ മനസ്സിൽ കയറി കിടക്കുന്നത് നല്ല കാര്യങ്ങളാണെങ്കിലോ, എനിക്ക് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെയാണ് നമ്മളുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നതെങ്കിൽ നമ്മളതനുസരിച്ച് വളരെ ഉത്സാഹിയായിട്ട് പല കാര്യങ്ങളിലും വിജയങ്ങളിലേക്ക് എത്തിച്ചേരും. ഏത് പ്രശ്നത്തിൻ്റെയും അടിത്തറ ചിന്തകളാണ്. ഇപ്പോൾ ഒരിടത്ത് പടക്കം പൊട്ടും, ഒരു കുട്ടിക്ക് ഇത് ഭയമാണെന്നുണ്ടെങ്കിൽ അത് കണ്ണടച്ചും ചെവി പൊത്തിപ്പിടിച്ചും നെട്ടോട്ടവും. എന്നാൽ ഒരു കുട്ടിക്ക് ഇത് കാണുന്നത് വളരെ ഇഷ്ടമാണ്. ഈ ദൃശ്യങ്ങൾ അത് മേലോട്ട് പോകുന്നതും പൊട്ടുന്നതും ഒക്കെ കാണുന്നതും കേൾക്കുന്നതും ഇഷ്ടമാണെങ്കിലോ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, കൂടുതൽ ദൃശ്യങ്ങൾക്കായി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരേ കാര്യം 2 തരത്തിലുള്ള ചിന്തകളാണ് 2 കുട്ടികളിൽ ഉണ്ടാക്കുന്നത്.
എന്ന് പറയുന്നതുപോലെ. അപ്പോൾ ഒന്ന് ഭയം, ഒന്ന് സന്തോഷം. ഇത് രണ്ടും ഉണ്ടാക്കുന്ന കെമിക്കൽസ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കെമിക്കൽസ് വ്യത്യാസത്തിലാണ്. ഭയം വരുമ്പോഴത്തേക്കിന് കോർട്ടിസോൾ പോലെയുള്ള നെഗറ്റീവ് ഹോർമോൺസ് വർക്ക് ചെയ്യുമ്പോൾ, സന്തോഷം വരുമ്പോഴോ ഡോപ്പാമിൻ, സെറോട്ടോണിൻ പോലെയുള്ള നമ്മളുടെ മൂഡ് ബൂസ്റ്റേഴ്സ്, നമ്മളുടെ ഭയങ്കര സന്തോഷത്തിലാക്കുന്ന കെമിക്കൽസ് പ്രവർത്തിക്കുകയും നമ്മൾ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ പ്രയാസമാണ് എന്ന് പറയുന്നത്? കാരണം ഗർഭാവസ്ഥ മുതൽ ഒരു 8 വയസ്സ് വരെ അതിനകത്ത് രൂപപ്പെടുന്ന ചില ആശയങ്ങൾ അത് ഇമേജായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കും. ഇതെന്താണ് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ നമ്മൾ അറിയുകയില്ല. അപ്പോൾ അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അസുഖമായിട്ട് വരാം, ചില പെരുമാറ്റ വ്യത്യാസങ്ങളായിട്ട് വരാം. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ അത് ബോധമനസ്സിലല്ല, ഉപബോധ മനസ്സിലാണ്. അതുകൊണ്ട് തന്നെ ബോധമനസ്സിൽ അത് സെർച്ച് ചെയ്തിട്ട് അത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ഒരു സൈക്കോളജിസ്റ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ധാരാളം വഴികളുണ്ട്. റാഡിക്കൽ ഹീലിംഗ് ഉണ്ട്, CBT എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്, ടൈം ആൻഡ് ഇമോഷൻസ് ഗ്രാഫ് ഉണ്ട്, റീവാലുവേഷൻ കോ കൗൺസിലിങ്ങിലെ ഇമോഷണൽ ഡിസ്ചാർജ് ഉണ്ട്, ഈ NLPയിലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലെ ടൈം ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം മാർഗങ്ങളുണ്ട്. അതിലേതെങ്കിലും ഈ വ്യക്തിയുടെ, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയുടെ തോട്ട് ഫ്രീക്വൻസിക്ക് ചേരുന്ന ഏത് സിസ്റ്റമാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു നല്ല സൈക്കോളജിസ്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് സൈക്കോസോമാറ്റിക് അല്ലെങ്കിൽ സോമാറ്റോഫോം ഡിസോർഡേഴ്സിലൊന്നാണ്. ഇതിന് മരുന്നുകൊണ്ടല്ല. ഇത് സൈക്കോളജിസ്റ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ വ്യാകുലപ്പെടേണ്ടതില്ല. നമുക്ക് ഇത് മാറും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി നമുക്ക് ഇത് ചികിത്സ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.